ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ അടുക്കളത്തോട്ടത്തിലെ മധുരക്കിഴങ്ങിൻ്റെ കൃഷി. ഇത് ഞാൻ ഉണ്ടാക്കിയേക്കണത് നമുക്ക് സാധാരണ മേടിക്കണ മധുരക്കിഴങ്ങിൻ്റെ ഒരു പീസിൽ നിന്ന് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മുടെ ഭക്ഷണക്രമത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു കിഴങ്ങ് വർഗ്ഗം കൂടിയാണിട്ടത്. ഇത് നട്ട് നമുക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ നമുക്കിത് വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൃഷി രീതി എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഈ ഒരു പീസിൽ നിന്നും ഇത്രയധികം ഞാൻ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലോ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ നടന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാൻ പഴയൊരു ഫ്രൂട്ട്സിൻ്റെ കൊട്ടയാണ് എടുത്തേക്കണത്. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ 2 പീസായിട്ടാണ് വെക്കണത് കേട്ടോ. ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ 2 പീസിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഇതാക്കിയിട്ടിട്ട് കുഴിച്ചിട്ട് കൊടുക്കുക. പിന്നെ നടുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്തായിരിക്കണം കേട്ടോ നടുന്നത്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല, നീർവാഴ്ച ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇത് ചീഞ്ഞു പോവും. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്തുമായിരിക്കണം കേട്ടോ നടേണ്ടത്. ഇനി ഇതിവിടെ ഇതും വന്ന് തന്നെ കുറേ തൈകൾ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണ്ട, ഇങ്ങനത്തെ ഒരു 3-4 വേര് വന്ന സ്ഥലം, ഇങ്ങനത്തെ ഈ ഒരു 2-3 വന്ന ഭാഗമായിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ വേര് വരും. അപ്പോൾ ഈ ഭാഗമായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു 2-3 ഭാഗമായിട്ട് വന്നാൽ നമുക്ക് തുഞ്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് വേറെ നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നന്നായി കട്ട് ചെയ്തെടുത്ത ഭാഗം എങ്ങനെ നടന്നതെന്ന് വെച്ചാൽ കേട്ടോ, നമുക്ക് ഇതിൽ നിന്നും ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടിവളം കൊടുത്ത മണ്ണെടുത്തിട്ട് അതിൽ നമുക്ക് ഈ വേണമെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കടത്തി നട്ട് കൊടുക്കുക. ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കുക. പക്ഷേ ഞാനിവിടെ ഇങ്ങനെ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കടത്തി തന്നെയാണ് നടന്നത്. തലപ്പ് വേണമെങ്കിൽ നമുക്ക് നുള്ളിക്കളയാം. ഞാനിപ്പോൾ കളയാനില്ല. അതുപോലെ നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ പടർന്ന് വന്ന് കഴിഞ്ഞേക്കണതുമ്പോൾ നമുക്കിനി ചെയ്യാനുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന ഇങ്ങനെ വന്ന തണ്ടുകൾ കണ്ട, ഈ തണ്ടുകളുടെ അടിയിൽ ഇങ്ങനെ വേരുകളുണ്ടാവും. അപ്പം നമ്മത് ഇങ്ങനെ വരുംതോറും പടർന്ന് വരുംതോറും ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ട് കൊടുക്കുമ്പോൾ ആ മുട്ടിൽ ഇങ്ങനെ കിഴങ്ങുകളുണ്ടാവും. അത് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വളമുള്ള മണ്ണായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. വെറുതെ മണ്ണിട്ട് കൊടുക്കാൻ നല്ലത് നമ്മൾ ചാണകപ്പൊടിയും ഇതൊക്കെ കൂട്ടിയിട്ടുള്ള മണ്ണില്ലേ, അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മെടുത്ത അന്ന് നട്ട് കൊടുത്ത മധുരക്കിഴങ്ങ് കാണുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മുള വന്നത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് നട്ടിട്ട് നമുക്ക് മുള വന്നതിന് ശേഷം മാറ്റി നടാവുന്നതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നട്ട സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്താലും ദേ ഇപ്പോൾ വേണ്ട ഇതിൽ മറ്റേ കിഴങ്ങ് ദേ ഇവിടെ മുളച്ചിട്ടുണ്ട്. ഇതുപോലെ നട്ട മറ്റൊരു കഷ്ണം ദേ ഇതിൽ മുളച്ച് കണ്ട ഇത്ര ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊമ്പ് കട്ട് ചെയ്തതും ഇതിലുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കാം. ഇപ്പം ദേ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും തള്ളത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇത് പിന്നീട് നമുക്ക് മാറ്റി പിടിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ പിടിപ്പിക്കാം കേട്ടോ. നമുക്കിതിൽ ചെയ്യാനുള്ളത് ഈ വള്ളികളുടെ മേത്ത് വള്ളി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേത്ത് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ.